ഹലോ, വെൽക്കം ടു ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണാൻ. എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റെപ്പ് 2 രണ്ട് നമ്പേഴ്സ് വാങ്ങിക്കുക, അതിനെ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ സം ഇസ് ഈക്വൽ ടു A+B. ഫോർത്ത് സ്റ്റെപ്പിൽ സം പ്രിൻറ്റ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജസ്റ്റ് ഫ്ലോ ചാർട്ട് എന്ന് വരച്ചതേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ അൽഗോരിതം നമുക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം മാത്രം വരച്ച് വെച്ചാൽ മതി, നമുക്ക് ഫ്ലോ ചാർട്ട് കിട്ടും. അപ്പം നമുക്കറിയാം, സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴും സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴും ഓവൽ ഷേപ്പ് ആയിരിക്കണം, ഇൻപുട്ടും ഔട്ട്പുട്ടും പാരലോഗ്രാം ആയിരിക്കണം, പ്രോസസ്സ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഫ്ലോ ചാർട്ട് എളുപ്പമെന്ന് വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അടുത്തതായി, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. നമുക്ക് എങ്ങനെയാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് അറിയാവുന്നത്. ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ഹാഫ് ഇൻറ്റു BH എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അതിലെ 3 സൈഡാണ് അറിയാമെങ്കിൽ √(S - A) × S - B × S - C എന്ന് പറഞ്ഞ ഹെറോൺസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് രണ്ട് വെച്ചുള്ള അൽഗോരിതം ഇവിടെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ഹാഫ് ഇൻറ്റു BH ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ബ്രെഡ്ത്തും ഹൈറ്റും വാങ്ങിക്കുക, അതിനെ B ആൻഡ് H സ്റ്റോർ ചെയ്യുക. അതിനുശേഷം ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH B ഇൻറ്റു H ഡിവൈഡഡ് ബൈ 2. രണ്ടും സെയിം ആണല്ലോ. ഹാഫ് ഇൻറ്റു BH എന്ന് പറഞ്ഞാലും B ഇൻറ്റു H ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ. അപ്പം B ഇൻറ്റു H ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം പ്രിൻറ്റ് ഏരിയ കൊടുത്തു. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാമല്ലോ. സ്റ്റാർട്ടും സ്റ്റോപ്പും ഓവൽ ഷേപ്പ് ആയിരിക്കണം, 2ഉം 4ഉം ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ്, അത് പാരലോഗ്രാം ആയിരിക്കണം. ഏരിയ കണ്ടുപിടിക്കുന്നത് പ്രോസസ്സിംഗ് ആണ്, അതൊരു റെക്റ്റാങ്കിളും ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ളത് നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ടേക്ക് 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ABC സ്റ്റോർ ചെയ്യുക. സ്റ്റെപ്പ് 3 S ഇസ് ഈക്വൽ ടു A+B+C/2. നമുക്കറിയാം S എന്ന് പറഞ്ഞത് പെരിമീറ്റർ ബൈ 2 ആണ്. സോ S ഇസ് ഈക്വൽ ടു A+B+C/2. ഇനി ഏരിയ എന്നുള്ള നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C ദ ഹോൾ റേസ് ടു 1/2. ഇത് റൂട്ടിന് പകരമാണ് 1/2 ഇട്ടിരിക്കുന്നത്. അതിനുശേഷം പ്രിൻ്റ് ഏരിയ കൊടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പം സ്റ്റാർട്ടും സ്റ്റോപ്പും ഓവൽ ഷേപ്പിൽ, സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 5ഉം ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ്, അത് രണ്ടും പാരലോഗ്രാം ഷേപ്പിൽ, തേർഡും ഫോർത്തും നമ്മൾ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്, ഫങ്ഷനാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് അത് രണ്ടും റെക്റ്റാങ്കിളിലും കൊടുക്കണം. ഓക്കെ ആണല്ലോ? അടുത്തതായിട്ട്, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് വെദർ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇവിടെ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈവൻ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമ്മൾ ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പം നമ്മൾ റിമൈൻഡറിനെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് റിമൈൻഡറെ ചെക്ക് ചെയ്യാൻ ഈ പെർസെൻറ്റേജ് പോലെ ഇതിനെയാണ് മോഡുലോ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം സ്റ്റാർട്ട് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടേക്ക് എനി നമ്പർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ N. സ്റ്റെപ്പ് 3 ചെക്ക് ഫോർ N വാല്യൂ ഇഫ് റിമൈൻഡർ ഓഫ് N/2 ഈസ് ഈക്വൽ ടു 0. അതായത് ഈ Nനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ആൻസർ ട്രൂ ആണെങ്കിൽ എന്താണ്? അതൊരു ഈവൻ നമ്പറാണ്. ഫോൾസ് ആണെങ്കിൽ ഒരു ഓഡ് നമ്പറാണ്. സോ ഇതിൻ്റെ ആൻസർ ട്രൂ ആണെങ്കിൽ
4th സ്റ്റെപ്പിലേക്ക് പോകണം. അതിനുശേഷം പ്രിന്റ് ദ ഈവൻ നമ്പർ. ഫോൾസ് ആണെങ്കിൽ 5th സ്റ്റെപ്പിലേക്ക് പോകണം. എന്നിട്ട് പ്രിന്റ് ദ നമ്പർ ഈസ് ഓഡ്. അതിനുശേഷം ഇവിടെ സ്റ്റെപ്പ് 6 ഉണ്ട്, സ്റ്റോപ്പ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് അപ് ടു എ ഗിവൺ നമ്പർ. അതായത് നമ്മൾ കുറേ ഈവൻ നമ്പറുകളുടെ സം എടുക്കുക. ഇപ്പം ഞാൻ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ ഒരു 10 ആണ് എന്നുണ്ടെങ്കിൽ 2 തൊട്ട് 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സം എടുക്കുക. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ സം ഓഫ് n നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ റീഡ് ദ നമ്പർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ n. സ്റ്റെപ്പ് 3 സം ഇസ് ഈക്വൽ ടു 0. കണ്ടോ, ഇവിടെ i ഇസ് ഈക്വൽ ടു 2 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ആയിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 0 ആയിട്ട് വെച്ചിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ 0 ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-ൽ നിന്ന് ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് 0-ൽ നിന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. അടുത്ത് ചെക്ക് ഐ ലെസ് ദാൻ, ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ട്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റെപ്പ് 5ലേക്ക് പോവുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റെപ്പ് 7ലേക്ക് പോവുക. സ്റ്റെപ്പ് 5ൽ എന്താണ് ചെയ്യുന്നത്? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ നമ്മൾ ഒരു സം ഓഫ് n നമ്പേഴ്സിൻ്റെ ഏത് രീതിയിൽ എടുക്കാൻ പറഞ്ഞാലും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണും, സം പ്ലസ് ഐ എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 6th സ്റ്റെപ്പിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആഡ് ചെയ്ത് പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ്. സോ എന്ത് ചെയ്യണം? ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇത് ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ എന്താ ചേഞ്ച് വരുന്നത്? ഇവിടെ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഇവിടുത്തെ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2 അതുപോലെ തന്നെ. കാരണം ഈ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും 1, 3, 5, 7 എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് 4ലേക്ക് പോവുക. ടിൽ ദിസ് കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവുന്നോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 7ലേക്ക് വരിക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇതോ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സം ഓഫ് n നമ്പേഴ്സ് തന്നെയാണ്. അതിലാകെ ചേഞ്ചസ് ഉള്ളത് ദണ്ട് ഇവിടെയാണ്. ഐ ഇസ് ഈക്വൽ ടു 2മായി ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2മായി. ഈ 2 ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു 1 ആവുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കുക. സോ ദിസ് ഈസ് എ സ്റ്റാർട്ട് സ്റ്റെപ്പ്. ദിസ് ഈസ് എ ഇൻപുട്ട് റേഡിയസ്. റേഡിയസിനെ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇത് പാരലോഗ്രാം ആയിരിക്കും. അതിനുശേഷം ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. പ്രോസസ്സിങ് നടക്കുന്നതുകൊണ്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും. അടുത്തത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഔട്ട്പുട്ടാണ്, അതുകൊണ്ട് ഇത് പാരലോഗ്രാം ആയിരിക്കും. സ്റ്റോപ്പ്. ഓക്കെ ആണല്ലോ. ഇൻപുട്ട് റേഡിയസ്, പ്രിൻ്റ് ഏരിയ, ഇത് രണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് പാരലോഗ്രാം. ഇത് പ്രോസസ്സിങ് ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ ആണല്ലോ. അടുത്തത് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സ്മോളസ്റ്റ് എമംഗ് n നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി ബിഗസ്റ്റ് എമംഗ് 2 നമ്പേഴ്സിൻ്റേത് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് എമംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് 2 നമ്പേഴ്സ് വേണം, എ ആൻഡ് ബി. ഓക്കെ ആണല്ലോ. സ്റ്റാർട്ട് ചെയ്യുക. ഇൻപുട്ട് എ ആൻഡ് ബി കൊടുക്കുക. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുക. എസ് ആണെങ്കിൽ എ സ്മോളർ നമ്പർ എന്ന് പറയുക. ഫോൾസ് ആണെങ്കിൽ ബി സ്മോളർ നമ്പർ എന്ന് പറയുക. സ്റ്റോപ്പ് ചെയ്യുക. ഇതിൽ ഈ ഇൻപുട്ട് പ്രിൻ്റ് 2 പ്രിൻ്റുകൾ, ഈ ഇൻപുട്ട് ഇത്രയുമാണ് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റെപ്പ്. ഇത് നമ്മളുടെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Next question. Draw a flowchart to find sum of all multiples of 5 up to a given number. നമുക്കിവിടെ 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ്? 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. 5ൽ നിന്ന് 10ലേക്ക് നമ്മൾ 5 കൂട്ടിയാണ് പോകുന്നത്. 10 to 15 എഗെയിൻ നമ്മൾ 5 കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ 5 ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അതിലത്തെ ഒരു ലോജിക്ക്. പിന്നെ നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് 2 കണ്ടീഷൻസ് കിട്ടിയല്ലോ.
ഒന്ന് 5 ആഡ് ചെയ്താണ് പോകേണ്ടത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻ നമ്മുടെ റണ്ണിങ് ലെറ്റർ ആയിട്ടുള്ള റണ്ണിങ് വേരിയബിൾ ആയിട്ടുള്ള ഐനെ പറ്റിയാണ് പറയുന്നത്. ഐയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടപ്പോഴും നമ്മൾ ഐയിലാണല്ലോ ചേഞ്ച് ചെയ്യുന്നത്. ഐ ആണല്ലോ റണ്ണിങ് വേരിയബിൾ. ആ റണ്ണിങ് വേരിയബിളിലാണ് ചേഞ്ച് വരുത്തുന്നത്. ഇവിടെ അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 5 കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഐയിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്കതിൻ്റെ അൽഗോരിതം ഒന്ന് നോക്കാം. ഫ്ലോ ചാർട്ടാണ് വരയ്ക്കാൻ പറഞ്ഞാൽ അൽഗോരിതം പറഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ഫ്ലോ ചാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ റീഡ് ചെയ്യുക, അതിനെ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുക. സ്റ്റെപ്പ് 3ൽ സെറ്റ് സം ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഐ ഇസ് ഈക്വൽ ടു 5. റണ്ണിങ് വേരിയബിൾ ഐനെ നമ്മൾ 5 വെച്ചിരിക്കുകയാണ്. കാരണം മൾട്ടിപ്പിൾ ഓഫ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്നാണ്. അടുത്തത് ചെക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇഫ് എസ് ഗോ ടു സ്റ്റെപ്പ് 5 എൽസ് ഗോ ടു സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 5ൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. സ്റ്റെപ്പ് 6ൽ സി ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 5 എന്നായി മാറി. അതിനുശേഷം സ്റ്റെപ്പ് 4ലേക്ക് പോവുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റെപ്പ് 7 വരിക, സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ആകെ ഒരു വ്യത്യാസമുള്ളത് ഐയുടെ വാല്യൂ 5 ആകും. ഇവിടെ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 5 ആകും. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് 3യുടെ മൾട്ടിപ്പിളോ മറ്റേതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പർ ഐ ഇസ് ഈക്വൽ ടുവിലാക്കുക. അതുപോലെ തന്നെ സമ്മിലും ആ നമ്പർ വെച്ച് ആഡ് ചെയ്യുക. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കിയേ. സ്റ്റാർട്ട്, ഇവിടെ നമുക്ക് റീഡ് ദ നമ്പർ ഉണ്ട്. ആ നമ്പർ റീഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അത് സം ഇസ് ഈക്വൽ ടു 0, ഐ ഇസ് ഈക്വൽ ടു 5 എന്നുള്ളത് സെറ്റ് ചെയ്യുക. ഇവിടെ ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ പാരലോഗ്രാമാണ്. ഇവിടെ പ്രോസസ്സിങ് ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ ആണ്. അടുത്ത നമ്മൾ ചെക്കിംഗ് ആണ്. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഡയഗണൽ ഷേപ്പാണ് എടുക്കുന്നത്. കണ്ടീഷൻ ഏസ് ആവുകയാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, അടുത്തത് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 5, ദെൻ ഗോ ടു സ്റ്റെപ്പ് 4. ഇവിടെ നിന്ന് ഗോ ടു വീണ്ടും ചെക്കിംഗ് കണ്ടീഷനിലേക്ക് പോവുക. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ പ്രിൻ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ഓഫ് n നമ്പേഴ്സ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അൽഗോരിതം എഴുതിയിട്ടുള്ളതായിരുന്നു, സം ഓഫ് n നമ്പേഴ്സിൻ്റേത്. നിങ്ങൾ ഓർക്കുന്നില്ലേ സം ഓഫ് n നമ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ്. സം ഓഫ് n നമ്പേഴ്സിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. സ്റ്റെപ്പ് 6ൽ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആയിരിക്കും ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഓൾറെഡി ഈ അൽഗോരിതം എഴുതിയതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2ൽ റീഡ് നമ്പർ n, സ്റ്റെപ്പ് 3ൽ നമ്മൾ സമ്മും ഐയും സെറ്റ് ചെയ്ത് കൊടുത്തു. സ്റ്റെപ്പ് 4ൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. കണ്ടീഷൻ ഏസ് ആവുകയാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. 5th സ്റ്റെപ്പിലേക്ക് പോകും. അവിടെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഐനെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, തിരിച്ച് വീണ്ടും ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 4ലേക്ക് പോവുക. ആൻഡ് ദിസ് കണ്ടീഷൻ ഇത് നോ ആകുമ്പോൾ അല്ലെ ഫോൾസ് ആകുമ്പോഴത്തേന് സമ്മ് പ്രിൻ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സം ഓഫ് n നമ്പേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം സം ഓഫ് n നമ്പേഴ്സോ മൾട്ടിപ്പിൾസ് ഓഫ് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളിൻ്റെ സമ്മോ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മോ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മോ എല്ലാം വന്നു കഴിഞ്ഞാൽ ആകെയുള്ള ഈ ഐയുടെ വാല്യൂ ഐ എങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ എന്തെങ്കിലും ഡൗട്ടുകളോ നോട്ട്സോ വേണമെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പൈത്തണിലേക്കാണ് അടുത്ത ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു.